ഹായ് പ്രിയപ്പെട്ടവരെ, ഉയർപ്പിന് ശേഷം വരുന്ന ഞായറാഴ്ച പുതുഞായറായി ആഘോഷിക്കണമോ അതോ ദൈവകാരുണ്യ തിരുനാൾ ദിവേ മേഴ്സി സൺഡേ ആയി ആഘോഷിക്കണമോ എന്ന് സംബന്ധിച്ച് ഒരു വിവാദം ഇപ്പം നിലനിൽക്കുകയാണ്. പല പ്രമുഖ പുരോഹിതരും ഇരുപക്ഷവും പിടിച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അപ്പസ്തോലിന് കൊടുക്കുന്ന ആദരവും ബഹുമാനവും അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ദൈവകാരുണ്യ തിരുനാൾ കൊണ്ടുവരുന്നു, ലത്തീൻ അധിനിവേശമാണ് എന്ന് പറഞ്ഞ് മാണിപ്പറമ്പലച്ചൻ്റെ വീഡിയോ. ആധിപത്യ പ്രവണതയ്ക്കെതിരെയാണ് ഞാൻ പറയുന്നത്, അധിനിവേശ പ്രവണതയ്ക്കെതിരെയാണ് ഞാൻ പറയുന്നത്. ബൈബിളിൽ അടിസ്ഥാനപ്പെട്ട, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട, ദൈവത്തിന്റെ വെളിപാടിൽ അടിസ്ഥാനപ്പെട്ട, ഈശോയിലും സ്ത്രീകന്മാരിലും അടിസ്ഥാനപ്പെട്ട പുതുഞായറിനെ മാറ്റിമറിക്കാൻ ഒരു സ്വകാര്യ ദർശനത്തെ കൂട്ടുപിടിച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് കെണിയാണ്. ആ കെണി നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യയിലേക്ക് ഒരു അപ്പസ്തോലൻ, ഈശോയുടെ അപ്പസ്തോലൻ വന്നെങ്കിൽ അവൻ പ്രഖ്യാപിച്ച വിശ്വാസത്തെ മറികടക്കാൻ പറ്റുന്ന ഒരു കരുണയുടെ ഞായറാണോ സിസ്റ്റർ ഫൗസീന? ഇന്ത്യയിൽ വരാത്ത സിസ്റ്റർ ഫൗസീന. ഇന്ത്യയുമായി ബന്ധപ്പെട്ടതിനാണ് അച്ഛൻ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ വന്ന ആളല്ല യേശുക്രിസ്തു എന്നതിനാൽ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാളിന് പോലും വലിയ പ്രാധാന്യം അച്ഛൻ കൽപ്പിക്കേണ്ടി വരില്ല. ഞാൻ തോമായുടെ സിംഹാസനം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. മാർ തോമസ് ലീവ മാനിക്കയൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങളെ പുസ്തകങ്ങളൊന്ന് വാങ്ങിച്ച് വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. തോമസ് ലീഗായോടും തിരുവചനത്തോടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പുസ്തകം വാങ്ങിച്ച് വായിച്ച് പിന്നെ കുറച്ച് വിതരണം ചെയ്യുക. നേരത്തെ പെട്ടിലിരുന്ന പൈസ ഇങ്ങനെയും കുറച്ച് ചെലവഴിക്കുക. അപ്പോൾ കാശാണ് കാര്യം, പുസ്തകത്തിന്റെ വിറ്റുവരവാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അച്ഛൻ്റെ ഈ പ്രസംഗം പരിശുദ്ധാത്മ നിറവിലല്ല എന്നതിന് ഒരു തെളിവ് നമുക്ക് കാണാം. ഒരു കുട്ടപ്പൻ അച്ഛൻ്റെ വീഡിയോയ്ക്ക് താഴെ വിദ്വേഷത്തിന്റെ വിത്ത് എന്നൊരു കമന്റ് ഇട്ടപ്പോൾ അച്ഛൻ അയാളുടെ തന്തയ്ക്ക് വിളിച്ചു. ഇന്ത്യയുടെ അപ്പസ്തോൽ എന്നതിനേക്കാളും ഏതൊക്കെ രാജ്യത്തിന്റെ അപ്പസ്തോലന്മാരെക്കാളും ആഗോളതലത്തിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ടതായി കാണുന്ന ദൈവകാരുണ്യ തിരുനാളിനെ അകറ്റി നിർത്തിക്കൊണ്ടാണോ അപ്പസ്തോലിന്റെ തിരുനാൾ ആഘോഷിക്കേണ്ടത്? ക്രിസ്തുവിന്റെ കാരുണ്യത്തെക്കാൾ വലുതാണോ ക്രിസ്ത്യാനിക്ക് ഒരു അപ്പസ്തോലന്റെ കടാക്ഷം? ദൈവകാരുണ്യ തിരുനാൾ എന്നത് ആഗോളതലത്തിൽ എല്ലായിടത്തും ആഘോഷിക്കുന്നതാണ്. പുതുഞായറാഴ്ച എന്ന ആഘോഷം കേരളത്തിൽ മാത്രമുള്ള ഒന്നാണ്. അതിൻ്റെ പേരിൽ ദൈവകാരുണ്യ തിരുനാൾ ദിവസം മാറ്റം വരുത്താവുന്നതല്ല. അത് യേശു തന്നെ പ്രഖ്യാപിച്ച തിരുനാളാണ്. അത് ഏറ്റവും അനുഗ്രഹദായകമാണ്. അതാണ് പ്രധാനപ്പെട്ടത് എന്നുണ്ട്. ഇന്ത്യയുടെ അപ്പസ്തോൽ എന്ന നിലയിൽ പുതുഞായർ തിരുനാളും ആഘോഷിക്കുന്നു, ജൂലൈ 3-ാം തീയതിയും ആഘോഷിക്കുന്നു. 2 തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ഇതുപോലെ 2 തിരുനാൾ ആഘോഷിക്കാൻ തക്ക വിധം ദൈവകാരുണ്യ തിരുനാളിനെയും കവച്ചു വെക്കാവുന്ന, അതിനേക്കാൾ ഉപരിയാണ് തങ്ങളുടെ അപ്പസ്തോലിന്റെ തിരുനാൾ എന്ന് കരുതാവുന്ന രീതിയിൽ മറ്റൊരു രാജ്യത്തെ സഭയിലും ആ രാജ്യത്തേക്ക് വിശ്വാസം കൊണ്ടുവന്ന അപ്പസ്തോലിന്റെ തിരുനാളായി ആഘോഷിക്കുന്നില്ല. അന്നേ ദിവസം കടപ്പെട്ട തിരുനാളായിരിക്കും എന്ന് പറഞ്ഞ് തിരുനാൾ ആഘോഷിക്കുന്നത് മറ്റെങ്ങുമില്ല. അങ്ങനെ കടപ്പെട്ട തിരുനാളായി ജൂലൈ 3 ആഘോഷിക്കുന്നതോടൊപ്പമാണ് പുതുഞായറും ഏറ്റവും പ്രധാനമായി ആഘോഷിക്കുന്നത് എന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വിവാദത്തിനൊന്നും നിൽക്കേണ്ടതില്ല. അന്തർദേശീയ തലത്തിൽ ആഘോഷിക്കുന്ന ദൈവകാരുണ്യ തിരുനാൾ തടസ്സം കൂടാതെ ആഘോഷിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.